കല്യാണം കഴിക്കാമെന്ന് വാക്കുകൊടുത്തപ്പോഴേക്കും വേണുഗോപന്റെ കൂടെ കയറി കിടന്ന തന്റെ പെങ്ങൾ അത്രയും തരം താഴ്ന്നു പോയിട്ടില്ല ഞാൻ. ജീവിതത്തിൽ ഒരാളെ എന്റെ അനിയത്തി സ്നേഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ആ ഒരാളെ അവളുടെ മനസ്സിലുള്ളൂ, വേണുഗോപൻ മാത്രം. ഞാനും ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ആ ഒരാളെ എന്റെയും മനസ്സിലുള്ളൂ, വേണുഗോപൻ. അംബികയോട് വെറുതെ എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ടെന്ന് പറ, തോറ്റുപോകും. നീ ഇങ്ങനെ പറയുന്നത് പോലെ തോൽപ്പിച്ച് നേടാൻ മാത്രം അത്ര വലിയ മനുഷ്യനൊന്നും അല്ല വേണുഗോപൻ. ഒരു കുട്ടിയായി പോയതിന്റെ ഗതികേട്. അല്ലെങ്കിലേ വിളിച്ചോണ്ട് പോയനെ ഞാൻ എന്റെ പെങ്ങളെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതിനൊരു അവസാനം ഉണ്ടാവും. സത്യം, നിന്റെ നാശം കൊണ്ട് ഇത് അവസാനിക്കും. 19,000 sir. This is too much. കത്തിയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ബില്ല്. വാട്ട് കാൻ ഐ ഡു സർ? ബില്ല് നിശ്ചയിക്കുന്ന ഞാനല്ല. ഐ ആം ഹെൽപ്ലെസ്. ഓക്കെ ഓക്കെ. താങ്ക് യു സർ. ബില്ല് തരാന്ന് പറഞ്ഞ് കിട്ടിയില്ല. പേഷ്യന്റിന്റെ പേര് മൈന അർജുനൻ. മൈനയുടെ ബില്ല് സെറ്റിൽ ചെയ്തല്ലോ. ആര്? ഹരിശങ്കർ സാർ. ഇപ്പോഴാ. ഹലോ. ആ എത്തിക്കോളാം. ബില്ല് 19,000. സാറേ ഒന്ന് നിന്നേ. അങ്ങനെ കൊച്ചാക്കരുത് തന്നെ. മൈന എന്റെ ഭാര്യ. അവളുടെ ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കാൻ എനിക്കറിയാം. ആര് കൊടുത്താൽ എന്താ അർജുന? അവൾക്ക് വേണ്ടിയല്ലേ. ആ കൊടുക്കലൊക്കെ അങ്ങ് നിർത്തും. ചെല്ലും ചെലവും ചെയ്ത് ഉടുപ്പും അടിയുടുപ്പും വാങ്ങിച്ചു കൊടുക്കലൊക്കെ പണ്ട്. അർജുന പതുക്കെ, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. കേൾക്കട്ടെ, എല്ലാരും കേൾക്കട്ടെ. എന്റെ ഭാര്യയുടെ ബില്ല് സെറ്റിൽ ചെയ്യാൻ സാർ ആരാ? അവളുമായിട്ട് സാറിന്റെ ബന്ധം എന്തുവാ നിനക്കറിയില്ലേ? ഇല്ല. പെങ്ങളാണെന്നും പറഞ്ഞ് കൊണ്ടു നടന്ന പെങ്ങളാവോ സാറേ? എന്റെ അറിവിൽ മരിച്ചുപോയ ഹെഡ് കോൺസ്റ്റബിൾ വിശ്വംഭരന് 2 മക്കളേ ഉള്ളൂ. ഈ നിൽക്കുന്ന ഹരിശങ്കറും വീട്ടിലിരിക്കുന്ന മാനസയും. പിന്നെ എന്റെ ഭാര്യ വകയിൽ ആരായിട്ട് വരും സാറിന്റെ? സെറ്റപ്പ് ആണെങ്കിൽ അത് പറ, ഞാനങ്ങ് ക്ഷമിച്ചോളാം. നീ കളിക്കില്ല എന്നോട്. എന്നെ ശരിക്കറിയാലോ നിനക്ക്. അനാവശ്യം പറഞ്ഞ പൊട്ടിക്ക് ഞാൻ. അതൊക്കെ പണ്ട്. ഇപ്പൊ ഒരു ചുക്കും ചെയ്യില്ല സാറേ. പെങ്ങള് വരുന്നത് കണ്ടില്ലേ? അനുഭവിക്കാൻ പോകുന്ന അവളാ. അറിയാലോ, എന്നെ ശരിക്കറിയാലോ. പൊട്ടിക്ക് ഞാൻ അവൾ കിട്ടും. എന്താ ഏട്ടാ? ഒന്നുമില്ല. എന്താ അർജുനേട്ടാ? 20,000. വാടി. എത്തിയല്ല അടുത്താളും. നീയും ബില്ല് സെറ്റിൽ ചെയ്യാമെന്നാണോ? ഡിസ്ചാർജ് ആയില്ലേ? ഞാൻ പോവാ. ഹരിയേട്ടനുണ്ടാകത്ത്. ഒന്ന് ചെല്ല്, പാവം.
എന്താ വന്നത്? ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ. അത് പിന്നെ ഈ വഴി പോയപ്പോ വെറുതെ ഒന്ന് കയറിയതാ ഞാൻ. പക്ഷേ ഹരിയേട്ടൻ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോയത് എന്തിനാ മൈന? എന്റെ കൊച്ചിന് ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ സിദ്ധാർത്ഥ. അവന്റെ കൂടെ ജീവിക്കേണ്ടി വന്നല്ലോ. അനിയത്തിമാരെ കൊണ്ട് സഹിച്ച അപമാനം ചെറുതല്ല. എന്നിട്ടും സഹിക്കാൻ എന്തുകൊണ്ടാണെന്നറിയോ? സ്നേഹം വാരിക്കോരി കൊടുത്ത് ശീലിച്ചു പോയി ഞാൻ. ഈ ലോകത്തുള്ള സകല നെറുകേടും കൂട്ടിച്ചേർത്ത് വായിച്ചാൽ അതൊരൊറ്റ പേരാവും, കട്ടക്കൽ ജോണി. നീ ഒരു ഷെയ്ക്കാൻ്റെ പോലും കുടുംബാവ. ഒന്ന് പോവേണോ നീ? അപ്പച്ചന്റെ കാൽപ്പെട്ടിന്ന് വാരിക്കൂട്ടിയ ചില്ലറയും അമ്മച്ചിയുടെ കെട്ടുതാലിയും കൊണ്ട് കട്ടച്ചലിന്ന് കോയമ്പത്തൂരേക്ക് കള്ളവണ്ടി കയറുമ്പോ 10 വയസ്സാ ജോണിക്ക്. അവിടുന്ന് മുംബൈയിലെത്തി ഇന്ന് ഈ നിലയിൽ വരെ എത്തിയെങ്കിൽ വേണുഗോപാ, അത് ഞാൻ വിറ്റ ഉരുക്കുകളുടെ അഴകും ആരോഗ്യം കൊണ്ട് മാത്രമാ. അതിലെനിക്കൊരു കുറ്റബോധവുമില്ല. കാരണം ഞാൻ ഈ കൊണ്ടുപോകുന്നത് ചുമ്മാ റെഡ് സീറ്റിൽ കിടന്ന് അറിയിക്കാനല്ല, രാജേന്ദ്ര സേഠനെ പോലുള്ള കോടീശ്വരന്മാരുടെ വെപ്പാട്ടികളാക്കാനാ. അവർക്കവിടെ സുഖമാകണു. കഴിവുണ്ടെങ്കിൽ കോടികൾ ഉണ്ടാക്കാം. അതിവിടെ നീ കാര്യത്തിലേക്ക് വാ. എപ്പോഴാ കൊടുക്കൽ വാങ്ങലുള്ളൂ? അർജുനന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവൻ കൊണ്ടുവരും പെണ്ണിനെ. എനിക്കോ അവനോ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ഉറപ്പല്ലേ? സംശയം ഒന്നും വേണ്ട. വേണോ? കേരളത്തിൽ നിന്ന് ഒരു വർഷം എത്ര പെൺകുട്ടികളെ കാണാതാവുന്നുണ്ടെന്നറിയോ? എത്ര പെൺകുട്ടികൾ ഒളിച്ചോടുന്നെന്നറിയോ? ഇതിലധികവും കടൽ കടന്നു പോകും. കുറച്ച് മുംബൈയിലൊന്നടിയും. ആര് ചോദിക്കാൻ? കാർന്നോമാരുടെ കണ്ണീര് കാണുമ്പോ ലോക്കൽ പോലീസ് ഒരു ഓട്ടപ്രദർശനം നടത്തും. പിന്നെ അതങ്ങ് കെട്ടടങ്ങും. എന്നെ പോലെ എത്ര ഏജന്റന്മാർ ഈ നഗരത്തിലുണ്ടെന്ന് അറിയോ വേണുവിന്? രാവിലെ പുറത്തിറങ്ങുന്ന ഒരു പെൺകുട്ടി വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നത് അവളുടെ കഴിവ് കൊണ്ടോ മാതാപിതാക്കളുടെ കരുതൽ കൊണ്ടോ അല്ല, ഞങ്ങളെ പോലുള്ളവരുടെ കണ്ണിൽ പെടാത്തത് കൊണ്ടാ. എനിക്കറിയാം, ഇടയ്ക്കൊക്കെ എന്റെ കയ്യിലൂടെയും വന്നു പോയിട്ടില്ലേ ഇതുപോലെ ചിലതൊക്കെ. എനിക്ക് ഈ ലോകത്തെ സകലതും പർച്ചേസ് ചെയ്ത് മുന്തിയ വിലയ്ക്ക് സെയിൽ ചെയ്യാനുള്ള കച്ചവടക്കാരന്റെ കണ്ണാ. എനിക്ക് മനസ്സിലാവും. പക്ഷേ അർജുനോട് ഇതൊന്നും പറയരുത്. ഈസ് ഓവർ ഇമോഷണൽ. അയാൾക്ക് ഈ ലോക്കൽ തെമ്മാടത്തരങ്ങളേ ഉള്ളൂ. സത്യത്തില് ഒരു പിമ്പാവാനൊന്നും കൊള്ളില്ല അവനെ. ഈ മൈനയെ തന്നെ വിൽക്കാനൊന്നും അവന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്റെ കാഞ്ഞ ബുദ്ധി കൊണ്ട് മാത്രം നടക്കുന്ന ഇത്. പ്രതികാരം ചെയ്യാൻ അങ്ങ് പ്രേരിപ്പിക്കല്ല ഞാൻ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് കാര്യം നടത്താൻ നോക്ക്. ഒന്ന് വിളിച്ചാ മതി, പറന്നു വരും ഞാൻ. അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? എന്തിനാ ഇപ്പൊ ഞാൻ വിളിച്ചു വരുത്തിയെന്ന് അറിയാലോ? ഓ, ഞാനതങ്ങ് മറന്നുപോയി. മറക്കും. കെട്ടുതാലി പൊട്ടിച്ചേൽ തുടങ്ങി കൊട്ടാരം വരെ എത്താൻ ഇതുപോലെയുള്ള മറവികൾ ഒരുപാട് ആവശ്യമായിട്ട് വരും. പക്ഷേ ഈ സേട്ടുമാരുടെയും മാർവാടികളുടെയും മറവിയൊന്നും എനിക്കില്ല. കട്ടക്കൽ ജോണിയോട് കട്ടക്ക് നിൽക്കും വേണുഗോപൻ.
എന്താ അർജുന ഇത്? ഡിസ്ചാർജ് ആകുന്ന വിവരം ഒരു വാക്ക് എന്നോട് പറയണ്ടേ? ഞാൻ ഹോസ്പിറ്റലിൽ വരില്ലായിരുന്നോ? ഓ, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഹരിശങ്കർ സിദ്ധാർത്ഥനൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഉണ്ടാവുമല്ലോ. അല്ല, ഇങ്ങനത്തെ അവസരത്തിലാണല്ലോ അവരുടെയൊക്കെ ആവശ്യം. കുടുംബക്കാരെങ്ങനെയാ? നീ ഗർഭിണിയായ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ രണ്ടുപേരും കാര്യമായിട്ട് നോക്കും. വാ മോളെ, ഇന്നു മുതല് ഞാൻ ഗർഭശുശ്രൂഷ തുടങ്ങും. വാ. മുത്തശ്ശൻ എന്നെ നാക്കി പറഞ്ഞതല്ലേ ആദ്യം? അങ്ങനെ വിചാരിക്കണ്ട. പിന്നെ നീ ഒരു അത്ഭുതം എനിക്ക്. എന്താ? അവരെ സ്വീകരിക്കാൻ നീ കാണിച്ചൊരു മനസ്സ് പണ്ട് എനിക്കുണ്ടായിരുന്നെങ്കിൽ 1 ഡസൻ പേരെയെങ്കിലും നീ ഇന്ന് മുത്തശ്ശിന്ന് വിളിച്ചേനെ. ഇനി കട്ടിലിൽ നിന്ന് എഴുന്നേക്കണ്ട. എല്ലാം ചേച്ചി നോക്കിക്കൊള്ളാം. ആഹാരം തരുന്നതും തുണി അലക്കുന്നതും മരുന്ന് തരുന്നതും കുഴമ്പ് തേപ്പിക്കുന്നത് മുതല് കുളിപ്പിച്ച് കിടത്തുന്നത് വരെ ചേച്ചിയായിരിക്കും. ചേച്ചി പറയുന്ന വാക്കുകളിൽ പറയാത്ത വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും ഒളിഞ്ഞു കിടക്കുന്നു. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അർജുനൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നപ്പം മുതല് നീ ഞങ്ങളുടെ സ്വന്തം. നിന്റെ കുഞ്ഞെന്നെ അമ്മായിന്ന് വിളിക്കുന്നത് കേൾക്കാൻ കാത്തിരിക്കുക ഞാൻ. ഞാൻ എങ്ങനെയാ വീണതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ കാല് വഴുതി പോവാൻ മാത്രം സ്റ്റെയർ കേസിന്റെ പടിയിൽ വഴുക്കലുണ്ടായിരുന്നു. ഓ, അതെങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോ വല്ല വെള്ളവും മറ്റോ വീണ് കിടന്നോ? അറിയില്ല, പെട്ടെന്നായിരുന്നില്ലേ. പടിക്കെട്ടിന്റെ മുകളില് വെള്ളം വീഴാൻ ഒരു സാധ്യതയില്ല. എന്നിട്ടും എന്തെങ്കിലും ആവട്ടെ, ഏതായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഭാഗ്യം. ആഭൂഷണം എങ്ങാനും ആവോന്നായിരുന്നു എന്റെ പേടി. ഇല്ല ആശേച്ചി, ഈ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരും, പ്രസവിക്കും. അതിനാരും തടസ്സമാവരുത്. ആവൂന്ന് തോന്നിയാ ഞാൻ ഇവിടുന്ന് പോവും. കാരണം ആശേച്ചിക്ക് ചിലപ്പോ മനസ്സിലാവില്ല, മറിച്ച് ഗർഭം ധരിച്ച ഏതൊരു അമ്മയ്ക്കും അത് മനസ്സിലാവും. ഈ ഭൂമിയിൽ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളുടെ കുഞ്ഞിനെയായിരിക്കും. ഞാനും അതെ. എന്റെ കുട്ടി മാത്ര ഇനി എന്റെ ജീവിതം. മനസ്സിൽ തൊട്ടിലാട്ടി താരാട്ട് പാടി തുടങ്ങി ഞാൻ. മാനസി സിദ്ധാർത്ഥനും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് തോന്നിയിട്ടുണ്ടോ ഹരിക്ക്? ഉണ്ട്. അവര് തമ്മില് വഴക്കൊന്നുമില്ലല്ലോ. ഒരു വഴക്കും ഉണ്ടാവാതിരിക്കുമ്പോഴല്ലേ സൂക്ഷിക്കേണ്ടത്. മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞ ആദ്യകാലങ്ങൾ സൗന്ദര്യ പിണക്കങ്ങളുടേത് കൂടിയല്ലേ ഹരി? അവര് തമ്മില് പിണങ്ങണമെന്നാണോ നീ പറയുന്നത്? എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങനെയൊന്നും അല്ല ജീവിതം. കുറച്ചുകൂടി ഇടപഴകണം. അവര് ബെഡ്റൂമിൽ ശരിക്കും ഇടപഴകുന്നുണ്ടാവും. അതിപ്പോ നിന്നെ കാണിക്കാൻ പറ്റുമോ? ദേ ഹരി, ഞാൻ വല്ലതും പറയും കേട്ടോ. കിടക്കേടും കിടപ്പിന്റെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. ഐ എം വെരി സീരിയസ്. എന്താ നീ പറഞ്ഞു വരുന്നത്? ഹരി, വിവാഹം കഴിഞ്ഞ കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു? പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കാര്യങ്ങൾ. മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോ മണിക്കൂറുകൾ മിനിറ്റുകളാവുമായിരുന്നു. പരിസരം മറന്നുള്ള പൊട്ടിച്ചിരികൾ, നിസ്സാര കാര്യത്തിലുള്ള നുറുങ്ങും പിണക്കങ്ങൾ. ആ പിണക്കത്തിന് അവസാനം രാത്രിയെന്നില്ല പകലെന്നില്ലാതെ AC-യുടെ തണുപ്പിലും ചുട്ടുപൊള്ളുന്ന ശരീരങ്ങൾ അല്ലേ? അതൊന്നും തമാശയല്ല ഹരി, ജീവിതമായിരുന്നു. ആ ജീവിതമൊന്നും ഇവരെ ഞാൻ കണ്ടില്ല. വിവാഹം കഴിഞ്ഞ് 8-10 വർഷം ആയതുപോലെ മാനസയും സിദ്ധാർത്ഥനും. ഇണക്കവും ഇല്ല, പിണക്കവും ഇല്ല. ഒന്ന് ചിരിച്ച് സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. നേരാണോ? ഹരി ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്.
അവരൊരുമിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു ഔട്ടിങ്ങിന് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഒന്ന് പാർക്കിൽ പോവുകയോ ഒരു സിനിമയ്ക്ക് പോവുകയോ ഒക്കെ ചെയ്യണ്ടേ? ഇതാണോ ഹണിമൂൺ? എന്തോ ഒരു അകൽച്ചയുണ്ട് ഹരി, അത് ഉറപ്പാ. ചിലപ്പോ സിദ്ധാർത്ഥിന്റെ സ്വഭാവം ഇതായിരിക്കും. ആയിക്കോട്ടെ, പക്ഷെ മാനസയുടെ സ്വഭാവം നമുക്ക് അറിയുന്നല്ലേ. ഒരു നിമിഷത്തേക്കെങ്കിലും ബഹളം വെക്കാതെ ഇരുന്നിട്ടുണ്ടോ അവള്? ഞാൻ എത്ര വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. ഹരി സിദ്ധാർത്ഥിനോടൊന്ന് സംസാരിക്കണം. ജീവിതം തുടങ്ങുന്നല്ലേ ഉള്ളൂ അവര്. ഇപ്പോഴിങ്ങനായ ശരിയാവില്ല. ചില സമയങ്ങളിൽ വളരെ പ്രാക്ടിക്കലാണ് നീ. അമ്മയുടെ റോളും ഏട്ടത്തമ്മയുടെ റോളും ഒരുപോലെ ചെയ്യും. അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ അഭിനയായിരുന്നു എന്നാണ് ഹരി പറയുന്നത്? അല്ലടി, അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. അത് നല്ലതല്ലേ? നാളെ ആവട്ടെ, സിദ്ധാർത്ഥിനോട് ഞാൻ ചോദിക്കാം. കിടക്കുന്നില്ലേ സിദ്ധു? മനസ്സ് കിടന്നു, എനിക്കൊന്ന് തീർക്കണം. അത്യാവശ്യപ്പെട്ട് രാത്രി ഉറക്കം ഒളിച്ചിരുന്ന് പഠിക്കാൻ മാത്രം സിദ്ധുവിന് PSC ടെസ്റ്റ് ഒന്നുമില്ലല്ലോ. മതി വായിച്ചത്. ഞാനൊരു നല്ല ഭർത്താവല്ല അല്ലേ മനസ്സാ? എന്ന് ആര് പറഞ്ഞു? പറയണ്ട, പറയാത്തന്നെ എനിക്കറിയാം. ഈ തോന്നലുകളാണ് കുഴപ്പം. സിദ്ധുവിന്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ആണ്. ബെഡ്റൂമിലെങ്കിലും ഈ മാനസികാവസ്ഥയൊന്ന് മാറ്റിവെച്ചൂടെ? മാറ്റിവെക്കാം. നിനക്ക് ഞാൻ ഏറ്റവും നല്ല ഭർത്താവും, ഉറപ്പ്. അർജുനേട്ടാ, എനിക്കൊരു കാര്യം പറയണം. എന്താ മൈനെ? ഈ വീട്ടിലുള്ളവരാരും ആത്മാർത്ഥമായിട്ടല്ല എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം. മുത്തശ്ശനും ആശേച്ചിക്കും പേടി ഞാൻ ഇറങ്ങിപ്പോയാ അർജുനേട്ടൻ എന്റെ കൂടെ വരുമോന്നാ. എനിക്കറിയാം മനസ്സിൽ മറ്റൊന്നാണെന്ന് മുഖവും വാക്കുകളും വിളിച്ചു പറയുന്നതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നൊരു പെണ്ണാ ഞാൻ. ഒക്കെ നിന്റെ തോന്നലാണെന്നേ ഞാൻ പറയൂ. ഇനി അഥവാ ശരിയാണെങ്കിൽ തന്നെ അവരല്ലല്ലോ, ഞാനല്ലേ നിന്നെ സ്നേഹിക്കേണ്ടത്. അല്ല, അർജുനേട്ടൻ എന്നെ സ്നേഹിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എത്ര സ്നേഹിച്ചാലും എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയില്ല. എന്റെ ഗതികേട് കൊണ്ടാ ഞാനിവിടെ താമസിക്കുന്നത്. ഇറങ്ങിപ്പോയാ പാവം എന്റെ ഹരിയേട്ടനെ എല്ലാരും കൂടി സംശയിക്കും. അപ്പോ ഹരിയേട്ടനല്ലേ നിന്റെ കുഞ്ഞിന്റെ? എന്റെ കുഞ്ഞിന്റെ പിതൃത്വം വിളിച്ചു പറയേണ്ട കാര്യം എനിക്കില്ല. അതൊരിക്കൽ താനേ അറിയും. ഞാനത് ചോദിക്കുന്നില്ല മൈനെ, എനിക്കത് അറിയണ്ട. അർജുനേട്ടൻ ഒരുപാട് പാവം ആവാൻ ശ്രമിക്കണ്ട. അത്രയ്ക്ക് പാവമൊന്നും അല്ല അർജുനേട്ടൻ. നിന്റെ തോന്നല മൈനെ, ഞാൻ പഴയ അർജുനല്ല. എന്നെ നാളെ പുറത്തു പോകാൻ അനുവദിക്കണം. പേടിക്കണ്ട, മടങ്ങി വരും. എവിടെ പോവാനാ? കുറച്ച് അകലെയാ, ആഴിമലയ്ക്കപ്പുറം. അച്ഛന്റെ കുടുംബക്ഷേത്രം അവിടെയാ. തറവാടില്ലാതായതോടെ ഒക്കെ നശിച്ച് കെട്ടുപോയി. എന്നാലും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടവിടെ. കൽവിളക്കിൽ ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം. ഹോസ്പിറ്റലിൽ കിടന്നപ്പോ എന്റെ കുഞ്ഞിനൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി നേർന്നതാ. പോയാ വൈകില്ലേ? ഒരുപാട് വൈകിയ തൊട്ട് തെറിച്ച ബന്ധങ്ങളിൽ ആരൊക്കെയോ ഉണ്ട് അവിടെ. ഒരു രാത്രി കഴിയാം. അത് വേണ്ട മൈനെ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാ നിന്നെ. സഹതാപത്തിന്റെ പേരിലൊന്നല്ല, ഒറ്റയ്ക്ക് വിടാനുള്ള മടി കൊണ്ടാ. മൈനെ, നീ ഇനി നിലത്ത് കിടക്കണ്ട. അത് കുഞ്ഞിന്റെ ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കും. പിന്നെ ഞാൻ എന്താ കൂടെ കിടക്കണോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇന്നു മുതൽ ഞാനാ നിലത്ത്. അത് വേണ്ട അർജുനേട്ടാ. ഇതിനെങ്കിലുള്ള അധികാരം നീ എനിക്ക് തരണം.
ഇനിയെങ്കിലും ഈ വിഡ്ഢിവേഷം കെട്ടല്ലേ അർജുന. നീ സ്നേഹിച്ച മൈനെ അല്ല ഇപ്പൊ നിന്റെ കൂടെ ഉള്ളത്. ഹരിശങ്കറോ അല്ലെങ്കിൽ മറ്റാരോ ഉപയോഗിച്ച് പഴകിയ ഒരു വിഴുപ്പ് ഭാണ്ഡം മാത്രമാണ് ഇപ്പോ മൈന. നിന്നെ വെറുക്കുന്ന മറ്റൊരുത്തന്റെ കുഞ്ഞിനെ ചുമക്കുന്ന അവളെ ഇനിയും നിനക്ക് വേണം. അർജുനേട്ടൻ എന്നെ സ്നേഹിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എത്ര സ്നേഹിച്ചാലും എനിക്ക് തിരിച്ച് സ്നേഹിക്കാൻ കഴിയില്ല. എന്റെ ഗതികേട് കൊണ്ടാ ഞാനിവിടെ താമസിക്കുന്നത്.